എന്താണ് ഒരു സെമിനാർ റിപ്പോർട്ട്? അതായത് ഒരു സെമിനാറിൽ നമുക്ക് എവിടെ നിന്നാണ് മാർക്ക് കിട്ടുന്നത്? ഒരു ഡയറിയിൽ നിന്നാണോ, റിപ്പോർട്ടിൽ നിന്നാണോ, പ്രസൻറ്റേഷനിൽ നിന്നാണോ? അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു സെമിനാറിൽ ടോപ്പിക്ക് ചൂസ് ചെയ്യുക? അത് നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണോ? ഈ ഒരു മാർക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫെയിൽ ചെയ്യത്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് എ വീഡിയോ. അപ്പോൾ SML ഉള്ള ഒരു കാര്യമാണ് ആക്ച്വലി സെമിനാർ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ സെമിനാർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി കുറേയധികം റിസർച്ച് പേപ്പറുകൾ, അതായത് കുറേയധികം ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ അവരുടെ ഫൈൻഡിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ റിസർച്ച് പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് IEEE പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിളുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേപ്പറുകൾ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, വായിക്കണം, അത് അനലൈസ് ചെയ്യണം, അത് പഠിക്കണം, എന്തൊക്കെയാണ് ടെക്നോളജി അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രസൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുകയും ചെയ്യണം. സോ ഈ ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, സെമിനാർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന SML പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെമിനാറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പേപ്പർ കളക്ട് ചെയ്യുക. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ ഒരു 10 പേപ്പറോളം നിങ്ങൾ വായിക്കേണ്ടി വരും. സോ അങ്ങനെ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫൈൻഡിങ്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു PPT ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ PPT ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, അയ്യോ എങ്ങനെ ഈ PPT ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താ കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ അതിനെ പറ്റിയിട്ടൊന്നും വെറി ചെയ്യേണ്ട, നമ്മുടെ വീഡിയോയിൽ അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ബട്ട് ഇപ്പോഴല്ല, പാർട്ട് 2 വീഡിയോയിലായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ ഇതെന്താണ് സെമിനാർ, എങ്ങനെ സെമിനാർ ചൂസ് ചെയ്യാൻ ഒരു ടോപ്പിക്ക്, ഈ പറയുന്ന മാർക്കിൻ്റെ പാറ്റേൺ പോലുള്ള കാര്യങ്ങളായിരിക്കും ഈ പറയുന്ന ഒന്നാമത്തെ പാർട്ടിൽ കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ എ വീഡിയോ. സോ അടുത്തൊരു കേസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സെമിനാറിനൊക്കെ വേണ്ടിയുള്ള ടോപ്പിക് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ബേസിക്കലി ഈ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ആയിരിക്കും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഫൈനൽ ഇയർ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലങ് ക്യാൻസർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ബേസിക്കലി എനിക്ക് കുറേയധികം ഡേറ്റാസ്, അതായത് ഇപ്പോൾ ഡിസീസ് അങ്ങനെ കുറേയധികം ഡേറ്റാസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ഇൻപുട്ട് ഡേറ്റാസ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ചധികം കൂടുതൽ ഡേറ്റാസ് വേണം, എന്നാലേ നല്ലൊരു പ്രൊഡിക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓഗ്മെൻറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഡേറ്റയുടെ പോസിബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തു. സോ ആ ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഡേറ്റ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ എൻ്റെ പ്രൊജക്റ്റ് എന്തായിരുന്നു, ലങ് ക്യാൻസർ ഡിറ്റക്ഷൻ യൂസിങ് മെഷീൻ ലേണിംഗ്. ആ ഒരു പ്രൊജക്റ്റിനായിട്ട് എനിക്ക് ഈ പറയുന്ന ലങ് ക്യാൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ കുറേയധികം ഡേറ്റാസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ഞാനതിനെ കുറച്ച് ഡേറ്റാസിനെ തന്നെ കുറച്ചും കൂടി കൂടുതൽ പോസിബിലിറ്റി അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ഡേറ്റാസ് ഉണ്ടാക്കി. അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ പറയുന്നൊരു ടെക്നോളജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ഡേറ്റ ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ചൂസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത്. സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന കുറച്ചധികം ടെക്നിക്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന സെമിനാർ ടോപ്പിക്കായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്താന്ന് അനലൈസ് ചെയ്യുക. ആ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നോളജി യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് എന്ത് ചെയ്യാം, അതെടുത്ത് നിങ്ങളുടെ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെമിനാർ ടോപ്പിക്കായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി മാർക്ക് ഇവാലുവേഷനെ പറ്റിയാണ്. അതായത് സെമിനാറിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് മാർക്ക് കിട്ടാവുന്നത് അല്ലെങ്കിൽ മാക്സിമം എന്തൊക്കെയാണ് പോസിബിലിറ്റി എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നോക്കുമ്പോൾ ബേസിക്കലി നമുക്ക് സെമിനാറിൽ ഏകദേശം 100 മാർക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അത് പാസ്സാവാനായിട്ട് ഏകദേശം 50 മാർക്കോളം മതിയായിരിക്കും. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ്റെ കേസിലാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഈ മാർക്ക് എങ്ങനെ അലൗ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 മാർക്കോളം നമുക്ക് കിട്ടുന്നത് സെമിനാർ ഗൈഡിൻ്റെ കയ്യിൽ നിന്ന്, അതുപോലെ 20 മാർക്ക് നമുക്ക് കിട്ടുന്നത് സെമിനാർ കോർഡിനേറ്ററിൻ്റെ കയ്യിൽ നിന്ന്, ബാക്കി 40 മാർക്ക് നമുക്ക് കിട്ടുന്നത് പ്രസൻറ്റേഷനിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള 20 മാർക്ക് നമുക്ക് കിട്ടുന്നത് റിപ്പോർട്ടിലൂടെ ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് സെമിനാറിലുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർക്കിൻ്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണ് ഓരോ ഫാക്ടറിലും നമുക്ക് മാർക്ക് ഇടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് സെമിനാർ ഗൈഡിൻ്റെ കയ്യിൽ നിന്ന് 20 മാർക്കിന് കിട്ടുന്നത് എന്നാണ്. അപ്പോൾ 20 മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 10 മാർക്ക് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് കിട്ടുന്നത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക്കിൽ നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് 10 മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു, ഓക്കെ, അതിനുശേഷം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അതിലൂടെ മനസ്സിലാകും നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഇതിലുണ്ട്. അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലൂടെ മനസ്സിലാകും നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ മാർക്ക് എങ്ങനെ വരും നമുക്ക് ആദ്യം നോക്കാം.
അതിനുശേഷം പിന്നെ കിട്ടുന്ന 10 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് എത്രത്തോളം റിലവൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന 20 മാർക്ക് നിങ്ങൾക്ക് സെമിനാർ ഗൈഡിൻ്റെ നിന്ന് കിട്ടുന്നത്. അടുത്തതെന്ന് പറയുന്നത് സെമിനാർ കോർഡിനേറ്ററിൻ്റെ കേസാണ്. അപ്പോൾ സെമിനാർ കോർഡിനേറ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി 10 മാർക്ക് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറി, അതായത് സെമിനാർ ഡയറി കീപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സെമിനാർ ഡയറി എന്താണ്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഡയറി അല്ലെങ്കിൽ ഡയറി എങ്ങനെ എഴുതാമെന്നെ പറ്റിയുള്ള വീഡിയോ ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങളതൊന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സെമിനാർ ഡയറി എന്ന് പറയുമ്പോൾ നിങ്ങൾ മാസത്തിലല്ല എഴുതേണ്ടത്. എപ്പോഴും ഒരു മിസ്റ്റേക്ക് വരുന്ന കാര്യമാണ്. നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങൾ വീക്കിലി ഇതിൻ്റെ അകത്ത് പ്രോഗ്രസ് കൊണ്ടുവരിക. അത് നിങ്ങൾ വീക്കിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൻ്റെ അകത്ത് പ്രോഗ്രസ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കോർഡിനേറ്ററിൻ്റെ ഗൈഡിൻ്റെ കയ്യിൽ കൊടുത്ത് സൈൻ മേടിക്കുക. അതായത് നിങ്ങൾ വീക്കിലി അതിൽ രജിസ്റ്റർ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള 10 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഡൻസ് ആണ്. അതും സെമിനാർ കോർഡിനേറ്ററാണ് നമുക്ക് തരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യമാണ് ആക്ച്വലി ഇനി അടുത്തൊരു കേസാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ പ്രസൻറ്റേഷനിലാണ് നമുക്ക് 40 മാർക്കുള്ള അല്ലേ. അപ്പോൾ ഈ 40 മാർക്ക് നമുക്ക് എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. അതിലൊന്നാമതെന്ന് പറയുന്ന 10 മാർക്ക് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഓഫ് ദാറ്റ് സ്പീക്ക് അല്ലെങ്കിൽ സ്പീച്ചിൻ്റെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് മാനറിസംസ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഹൈ വോളിയത്തിൽ തന്നെ, അത് നല്ലൊരു മീഡിയം ലെവലൊരു വോളിയത്തിൽ തന്നെ നിങ്ങൾ സംസാരിക്കുക. കാര്യം ആയിരിക്കുന്ന എല്ലാ ഓഡിയൻസും നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസും കേൾക്കണം. അതുപോലെ തന്നെ അവരുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഗുഡ്. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രസൻറ്റേഷൻ സ്റ്റൈലിന് 10 മാർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള രീതി എന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പേഷനാണ്. അതായത് ഓവറോൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് എങ്ങനെയാണ് നിങ്ങളുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അവരുമായിട്ട് ക്വസ്റ്റ്യനെയറൊക്കെ ഏർപ്പെടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ പിന്നെയുള്ളൊരു 10 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഗൈഡ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് 10 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ 30 മാർക്കായി ഇപ്പോൾ ടോട്ടലി. ഇനിയുള്ള 10 മാർക്ക് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സ്ലൈഡിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നമുക്ക് മാർക്ക് വീഴും. അപ്പോൾ ഒരിക്കലും ലൈക്ക് ഒരു ഭയങ്കര ഡാർക്ക് തീമിലുള്ള കാര്യങ്ങളോ അങ്ങനത്തെ സ്ലൈഡൊന്നും എടുക്കാതിരിക്കാം. മാക്സിമം ലൈറ്റായിട്ടുള്ള സ്ലൈഡുകൾ എടുക്കുക. ഓക്കെ, അതും സ്ലൈഡുകൾ എവിടെ നിന്ന് എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി പിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാൻവ പോലുള്ള കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത 20 മാർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിപ്പോർട്ടിനായിട്ടുള്ളതാണ്. റിപ്പോർട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ എത്രത്തോളം ആ റിപ്പോർട്ടിൽ എത്രത്തോളം ടെക്നിക്കൽ കോണ്ടൻറ്റ് ഉണ്ട്, അതിൻ്റെ സ്റ്റൈൽസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ടെംപ്ലേറ്റ് ഉള്ള കാര്യങ്ങളെല്ലാം മാറ്റർ ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് മാർക്ക് വീഴുന്നത്. അപ്പോൾ റിപ്പോർട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അയ്യോ റിപ്പോർട്ട് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലേ. റിപ്പോർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ പോയിൻ്റ് ആണ് അതിലുള്ളത്, ഏത് സൈറ്റിലാണ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പോലെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ സംസാരിക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ വീട്ടിൽ അവസാനത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബേസിക്കായിട്ട് കവർ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് സെമിനാർ എന്ന് പറഞ്ഞു, എങ്ങനെ നമുക്ക് സെമിനാർ ടോപ്പിക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് ഈ സെമിനാറിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നതായിരിക്കും. സോ അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്കിൽ വരുന്ന ഡൗട്ടോ അല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ സെമിനാറിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. അതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ടേഴ്സും ടീച്ചേഴ്സും അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, റിപ്പോർട്ടിൽ എന്തൊക്കെ കോണ്ടൻറ്റാണ് നമ്മൾ വെക്കേണ്ടത് പോലുള്ള കാര്യങ്ങളെ പറ്റിയും, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ പ്രസൻറ്റേഷൻ സ്കിൽ ഗ്രൂം ചെയ്യാം, അതിനുള്ള ടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡി തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യും. സോ അതിനായിട്ട് നമ്മുടെ പാർട്ട് 2 വീഡിയോ വരുന്നതായിരിക്കും. സോ വി ക്യാൻ സീ ഇൻ അദർ വീഡിയോ. ബൈ.